ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ഡോർ തെറിച്ചു വീണ സംഭവത്തിൽ പാലക്കാട് മണ്ണാർക്കാട് ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ നടപടി വരുന്നു. പെർമിറ്റും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്ത ബസ്സുകളാണ് ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ ഉപയോഗിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. സ്കൂളിനെതിരെ 30,000 രൂപ പിഴ ചുമത്തി. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് പറയൂ. ഷാരിഖ്, ഇത് ആളുകളുടെ മുകളിൽ വീഴാഞ്ഞത് ഭാഗ്യമായി. ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിൽ വലിയ അപകടമാണ് ഇന്നലെ രാവിലെ 9:30 ഒഴിവായത് എന്ന് പറയാം. കാരണം വലിയ ഭാഗ്യമുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബസ്സിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നു. സ്കൂൾ എത്താൻ 50 മീറ്റർ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ബസ്സിൻ്റെ ഡോർ പെട്ടെന്ന് തെറിച്ച് റോഡിൽ മറ്റ് യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ അപകടം റോഡിലും ഒഴിവായി. അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കും മറ്റ് പരിക്കൊന്നും ഇല്ലാത്തത് വലിയ വൻ അപകടമാണ് ഒഴിവാക്കിയത്. എന്തായാലും ഇതിനെ തുടർന്ന് ഇന്നലെ മോട്ടോർ വാഹനത്തിലെ ബസ്സുകളുടെ എല്ലാം പരിശോധന നടത്തി. പല ബസ്സുകൾക്കും ഫിറ്റ്നസും അതുപോലെ തന്നെ അനുമതി ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സുകൾ 8ഓളം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. 30,000 രൂപ ഈ സ്കൂൾ അധികൃതരിൽ നിന്ന് പിഴയായിട്ടുണ്ട്. ഇന്നും ആ സ്കൂളിലെ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിന് ഫിറ്റ്നസും അതുപോലെ തന്നെ അനുമതിയൊന്നുമില്ല എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള ഒരു വീഴ്ച തന്നെയാണ്. എന്തായാലും ആ സ്കൂൾ അധികൃതർക്കെതിരെ നടപടി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.